നിക്കരാഗയിലെ ഏകാധിപത്യ ഭരണകൂടം ചൈനാൻഡേഗയിലെ സാൻ ജുവാൻ ന്യൂമാൻ കോൺവെന്റിലെ റെക്ടറും മേലുദ്യോഗസ്ഥനുമായ ഫാദർ എസ്ക്വേൽ ബ്യൂൻഫിൽ ബെറ്റൂണിനെ തട്ടിക്കൊണ്ടുപോയി. ഗവേഷകയും അഭിഭാഷകയുമായ മാർത്ത പെട്രീഷ മോലിനെയാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. ഫാദർ എസ്ക്വേൽ ബ്യൂൻഫിൽ ഒരു മെക്സിക്കൻ പുരോഹിതനും കോൺസെക്രേറ്റഡ് മിഷണറീസ് ഓഫ് ദി മോസ്റ്റ് ഹോളി സേവിയറിലെ അംഗവുമാണ്. ഈ സന്യാസ സമൂഹത്തിൻ്റെ നിയമപരമായ അവകാശം കഴിഞ്ഞ ദിനം ഔദ്യോഗിക പത്രമായ ലാ ഗസറ്റയിൽ പ്രസിദ്ധീകരിച്ച മന്ത്രിതല കരാറിലൂടെ ഭരണകൂടം റദ്ദാക്കിയിരുന്നു. ക്രിസ്തീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വത്തിക്കാൻ ഡിക്വസ്റ്ററിയും എക്യുമെനിക്കൽ കൗൺസിൽ ഓഫ് ചർച്ചസും ചേർന്നുള്ള ക്രിസ്തീയ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാ വാരത്തിന് ആരംഭം. കഴിഞ്ഞ ദിനം ആരംഭിച്ച പ്രാർത്ഥനാ വാരം വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാളായ ജനുവരി 25 സമാപിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെയും നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് പ്രാർത്ഥനാ വാരത്തിൻ്റെ പ്രമേയം. ഓരോ വർഷവും വിവിധ പ്രദേശങ്ങളിലെ എക്യുമെനിക്കൽ പങ്കാളികളോട് ചേർന്നാണ് പ്രാർത്ഥന തയ്യാറാക്കുന്നത്. ഇത്തവണത്തെ പ്രാർത്ഥന ബുർക്കിന ഫാസോയിലെ പ്രാദേശിക എക്യുമെനിക്കൽ ഗ്രൂപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രമുഖ ഓസ്ട്രിയൻ മാസികയായ മാഗസിൻ രാജ്യാന്തര തലത്തിൽ നടത്തിയ വോട്ടെടുപ്പിൽ ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരിൽ ഒരാളായി മാഹേർ ഫൗണ്ടർ ഡയറക്ടറും മലയാളിയുമായ സിസ്റ്റർ ലൂസി കുര്യനെ 5ാം തവണയും തിരഞ്ഞെടുത്തു. 2018, 19, 20, 22 എന്നീ വർഷങ്ങളിലും സിസ്റ്റർക്ക് ഈ ബഹുമതി ലഭിച്ചിരുന്നു. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ 265 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിരാലംബരും നിരാശ്രയരുമായ 203 പെൺകുട്ടികളുടെ വിവാഹവും സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ മാഹേറിൽ നടത്തിയിരുന്നു. ലെബനോനിലെ തെക്കൻ പ്രദേശത്തുള്ള യുദ്ധമുഖത്ത് നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആയിരക്കണക്കിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയുമായി കത്തോലിക്ക സഭ. ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. സകലതും ആവശ്യമുള്ള അവർ ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതം പുനർനിർമ്മിക്കുകയാണെന്നും ഇവർക്ക് സഭയുടെ പിന്തുണയോടെ സഹായിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ടെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കാരിത്താസ് ലെബനൻ പ്രസിഡന്റായ ഫാദർ മിഷേൽ അബോഡ് പറഞ്ഞു. കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾ നാളെ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടക്കും. വൈകുന്നേരം 3-ന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനാകും. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലർക്കലും ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായിരിക്കും. KRLCBC പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചന പ്രഘോഷണം നടത്തും. ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾദോ ജിറേലി അനുഗ്രഹ പ്രഭാഷണം നടത്തും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.